ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമസ്കാരം. എല്ലാവർക്കും കഴിഞ്ഞ ഒരാഴ്ച അധികമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ശമ്പളം കുറവുള്ളവർക്കാണോ ശമ്പളം കൂടുതലുള്ളവർക്കാണോ നിങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുക്കുക? ഈ ശമ്പളം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കൂട്ടിക്കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. നികുതിപ്പണമല്ലേ. പണക്കാരും പാവങ്ങളൊക്കെ നികുതി കൊടുക്കണ ഈ പണം ശ്രദ്ധയോടെ കൊടുത്താൽ മാത്രമേ അത് വേണ്ടവരുടെ കയ്യിൽ എത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ശിയാളിൽ ശമ്പളം സമയാസമയങ്ങളിൽ കിട്ടാനും കൂട്ടിക്കിട്ടാനൊക്കെ സമരം ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് ആരോഗ്യ പ്രവർത്തകരനെ കുറച്ചു ദിവസമായി സമരത്തിലാണല്ലോ. എന്നാൽ മോശമില്ലാത്ത ശമ്പളമുള്ള ഈ 2 കൊല്ലം സർവീസുള്ളവർക്ക് പെൻഷനുള്ള എല്ലാ പാർട്ടിക്കാർക്കും പ്രാതിനിധ്യമുള്ള ചില കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ഗവൺമെൻറ് അങ്ങോട്ട് തീരുമാനിച്ചു. പല പാർട്ടിയിലുള്ള ആളായതുകൊണ്ട് ആർക്കും പരാതിയും പരിഭവമൊന്നും ഉണ്ടാവില്ല. അഭ്യസ്ത വിദ്യർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കേണ്ട സ്ഥാപനമായിട്ടുള്ള PSCയുടെ കാര്യമാണ് പറയണത്. ചെയർമാൻ്റെ ശമ്പളം 2.24 ലക്ഷം ഉറുപ്പിയെന്ന് 3.87 ലക്ഷം ഉറുപ്പിയായിട്ടും അംഗങ്ങളുടെ ശമ്പളം 2.19 ലക്ഷത്തിന്ന് 3.80 ലക്ഷമാക്കിയിട്ടാണ് കൂട്ടിയത്. ചെയർമാനടക്കം 20 അംഗങ്ങളാണ് PSCയിൽ ഉള്ളത്. ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്നുള്ള PSCയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ 35 കോടി ഉറുപ്യ കുടിശ്ശികയും സർക്കാർ കൊടുക്കേണ്ടി വരും. PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെ. പ്രത്യേകിച്ച് യോഗ്യതയുടെ കാര്യമൊന്നും പറയണില്ല. നിയമന മാനദണ്ഡം രാഷ്ട്രീയ പരിഗണന. ആനുകൂല്യങ്ങൾ ശമ്പളം, പെൻഷൻ, 1-ാം ക്ലാസ് യാത്രാപ്പടി, PA, ഡഫേദാർ, ഡ്രൈവർ, ആശ്രിതർക്കടക്കം ചികിത്സയ്ക്ക് പണം, ചെയർമാന് കാറും വീടും. ഇതൊക്കെയാണ് ആനുകൂല്യങ്ങൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് സംശയം. എന്നാൽ ഇത് വേണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കേണ്ടത് അംഗങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ചോറ് വിളമ്പുക എന്ന് വയ്ക്കുക, വയറ് നിറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ പണം ഇങ്ങനെ ഇട്ട് തരിക എന്ന് വിചാരിക്കുക, എത്ര കിട്ടിയാലും മതിയാവുമോ? അതുകൊണ്ടാണ് നടയ പറഞ്ഞത്, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഒരു വേളിസദ്യ കഴിഞ്ഞ് നമ്പൂരി പൂമുഖത്തിരിക്കുകയായിരുന്നു. വയറ് സാമാന്യത്തിലധികം നിറഞ്ഞുകൊണ്ട് അദ്ദേഹം വല്ലാതെ വിമിഷ്ടപ്പെടുന്നത് കണ്ട് മറ്റൊരു നമ്പൂരി പറഞ്ഞു, കറുത്തേടം, എന്നാൽ 2 പേരിലെ തൊണ്ടയിലിട്ട് ഒന്ന് ഛർദ്ദിച്ചു നോക്കൂ, അസാരം ഭേദമുണ്ടാവും. അപ്പോൾ നമ്പൂരി മറുപടി പറഞ്ഞു, നല്ല ക്ഷയായി, 2 പേരിലിടാൻ സ്ഥലമുണ്ടെങ്കിൽ കറുത്തേടം ഞാൻ 3 പഴനുറുക്ക് കൂടി കഴിക്കായിരുന്നില്ലേ? ഇപ്പോൾ പൊതുവേ വായന കുറയുന്നുണ്ടോയെന്ന് തിരുമേനിക്കൊരു ശങ്കണ്ട. പുസ്തകങ്ങളുടെ വില, സമയക്കുറവ്, പിന്നെ വായിക്കുമ്പോഴുള്ള ശല്യങ്ങൾ, ഇതൊക്കെ വായനയെ തടസ്സപ്പെടുത്താറുണ്ട്. വായിക്കണതിൻ്റെ ഇടയിലായിരിക്കും മൊബൈലിലൊരടി, കഴിഞ്ഞു കാര്യം. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ആളിൽ വിളിച്ച് ശിതേരം വർത്താനങ്ങൾ പറയും. പിന്നെ പുസ്തകങ്ങളുടെ വില കാരണം പലർക്കും വാങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ വായിക്കാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാനത്തെ ലൈബ്രറി കൗൺസിൽ വായന വസന്തം എന്നൊരു പരിപാടി തുടങ്ങാൻ പോണു. വായനശാലകളിലുള്ള പുസ്തകങ്ങളും കൊണ്ട് മാർച്ച് 1 മുതൽ ലൈബ്രറിയന്മാർ വീട്ടുകളിലെത്തിയിട്ടാണത്രേ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തരാൻ പോണം. വീട്ടിലേക്ക് ഒരു പുസ്തകം എന്നുള്ള പദ്ധതി കൂടെ ഈ വർഷം 3 ലക്ഷം വീടുകളിൽ പുസ്തകം എത്തിക്കാനാണത്രേ ഈ ലൈബ്രറി കൗൺസിൽ വിചാരിക്കുന്നത്. 3 കൊല്ലത്തിനുള്ളിൽ 10 ലക്ഷം വീടുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. 9700-ലധികം ലൈബ്രറികളാണ് നമ്മുടെ നാട്ടിലാകുള്ളത്. അതിൽ 7400 ലൈബ്രറികളിൽ പ്രവർത്തനമൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ളത് 1200 കണ്ണൂരിലാണ്. ഏറ്റവും കുറവ്
820 വയനാട്ടിലും. ഒരു ലൈബ്രറി 100 വീടുകളിൽ പുസ്തകം എത്തിക്കാനാണത്രേ വിചാരിക്കുന്നത്. മാസം ഒരു വീട്ടിൽ നിന്ന് 20 ഉറുപ്പിയാണ് കൗൺസിൽ വാങ്ങുക. 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകം എത്തിക്കുന്ന പദ്ധതി കൂടെ ഷിയാളിലെ വായനയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ലൈബ്രറി കൗൺസിൽ വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇടയിൽ ഷിയാളിൽ സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഷിയാളിൽ 2000-3000 ഒക്കെ കൊടുത്ത് പുസ്തകവും വാങ്ങും. എന്നാൽ ഇതൊക്കെ വായിക്കാറുണ്ടോ എന്നാണ് FM തിരുമേനിയുടെ ശങ്ക. എന്നാൽ ഇതിന് നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് 1 മണിക്കൂർ എന്നും അങ്ങോട്ട് വായിക്കുക. ഒഴിവു ദിവസങ്ങളിൽ വായനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. ഇതൊക്കെ അവനോ തന്നെ വിചാരിക്കണം. കുതിരയെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിക്കാനേ ആൾക്ക് പറ്റൂ. വെള്ളം കുടിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കുതിര തന്നെയാണ്. അപ്പോൾ വായന അങ്ങോട്ട് തുടങ്ങുക. വായന അങ്ങോട്ട് തുടങ്ങിയാൽ ആളുകളുടെ സാംസ്കാരിക നിലവാരം അങ്ങോട്ട് ഉയരും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ആൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പം എന്താ, മാർച്ച് 1 മുതൽ തുടങ്ങല്ലേ? ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ. വെടിവെട്ടം നടത്തിയിരുന്ന 2 നമ്പൂരാര്. അപ്പോൾ കറുത്തേടം പൂത്തേടത്തിനോട് പറഞ്ഞു, പൂത്തേടം ഇല്ലത്തൊരു പയ്യനെ അങ്ങോട്ട് വാങ്ങി, ആദികൂറ്റൻ. അപ്പോൾ പൂത്തേടം പറഞ്ഞു, കറുത്തേടം എന്നാൽ ഏകദേശം എത്ര വലിപ്പമുണ്ടാവും? അപ്പോൾ കറുത്തേടം മറുപടി പറഞ്ഞു, ആ വീടിൻ്റെ ഓട്ടുംപുറത്തോളം വലിപ്പമുണ്ടാവും. അപ്പോൾ പൂത്തേടം ചോദിച്ചു, ഓട്ടുംപുറത്തോളം ഉള്ള വയ്യോ? അതുണ്ടാവില്ല, നിശ്ചം. അപ്പോൾ കറുത്തേടം പറഞ്ഞു, ആ വൈക്കോ തുറുവോളുണ്ട്, ഉറപ്പാഹേ വൈക്കോ തുറുവോളം പോകുന്ന വയ്യൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറുത്തേടം പറഞ്ഞു, എന്നാ ആ അമ്പലമതിലിൻ്റെ അത്ര ഉണ്ടാവും. നീ ഞാൻ ഒട്ടും കുറയ്ക്കില്ല കേട്ടോ പൂത്തേടം. നിങ്ങൾക്ക് കൊല്ലം മുഴുവൻ പഴം തിന്നണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതെന്ത് ചോദ്യമാണെന്നായിരിക്കും വിചാരിക്കണത്. വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമുള്ളവരുടെ കാര്യമാണ് പറയണത്. ഇവർക്ക് കൊല്ലം മുഴുവൻ പഴം തിന്നാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരാഴ്ചയിൽ ഒരു വാഴ അങ്ങോട്ട് നടുക. അങ്ങനെ ഒരു കൊല്ലം നട്ടാൽ 50-54 വാഴകൾ അങ്ങോട്ട് നടാം. ഇത് കൊലയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ പഴത്തിൻ്റെ ക്ഷാമം അങ്ങോട്ട് തീരും. ഓരോ ആഴ്ചയിലും ഒരു കൊല പഴം അങ്ങോട്ട് കിട്ടും. പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാം. അവർക്കും ക്ഷയാവും. വിഷമില്ലാത്ത പഴം കൊല്ലം മുഴുവൻ കിട്ടുക എന്ന് വെച്ചാൽ മോശാഹേ. ആഴ്ചയിലൊരിക്കൽ ഒരു വാഴ വയ്ക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി സ്ഥലം കുറവേ ഉള്ളൂ വെച്ചാൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വാഴ വെച്ചാലും മതി. പഴം തിന്നൽ മാത്രമല്ല, ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി എന്ന് പറയണ ഉണ്ണിക്കാമ്പ് ശിഖയമായിട്ടുള്ള ഭക്ഷണ സാധനമാണ്. അതുമാതിരി തന്നെ വാഴക്കൂമ്പും. ഇതൊക്കെ വിഷമില്ലാണ്ട് കിട്ടാച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ വാഴ വിപ്ലവം തുടങ്ങല്ലേ? തീവണ്ടി നിലവിൽ വന്നിട്ട് അധിക കാലമായിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണത്തെ അമ്മാത്തേക്കുള്ള യാത്ര തീവണ്ടിയിൽ തന്നെ ആവട്ടെ എന്ന് ഒരു നമ്പൂരി അങ്ങോട്ട് തീർച്ചയാക്കി. ഷൊർണൂർ തീവണ്ടി ആഫീസിൽ പോയി തിരൂർക്കൊരു ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ അങ്ങോട്ട് കയറി. വണ്ടി ഓടുമ്പോഴുള്ള കുലുക്കം നമ്പൂരിക്ക് ബഹുരസമായിട്ട് അങ്ങോട്ട് തോന്നി. രസം പിടിച്ച നമ്പൂരി ചെല്ലം തുറന്ന് വിസ്തരിച്ചൊന്ന് മുറുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. മുറുക്കി വായ നിറഞ്ഞപ്പോൾ ജനലിൻ്റെ നേർക്ക് നീട്ടി അങ്ങോട്ട് തുപ്പി. എന്നാൽ ജനലിന് ചില്ലുണ്ടെന്ന് നമ്പൂരി നിരീക്ഷിച്ചില്ല. മുറുക്കൽ ചില്ലിൻ്റെ മുകളിൽ തട്ടി അടുത്തിരിക്കുന്ന യാത്രക്കാരൻ്റെ മേലെ അങ്ങോട്ട് തെറിച്ചു. അയാൾ നമ്പൂരിയുടെ ചവിട്ടത്ത് ഒരടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നാൽ അത് കിട്ടിയതായിട്ടൊന്നും ഭാവിക്കാണ്ട് നമ്പൂരി സ്വസ്ഥാനത്തിരുന്ന് യാത്ര അങ്ങോട്ട് തുടർന്നു. വണ്ടി ഇറങ്ങി അമ്മാത്തെത്തിയപ്പോൾ നമ്പൂരിയോട് അവിടെയുള്ള ആൾ ചോദിച്ചു, തിരുവേനി തീവണ്ടി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്പൂരി മറുപടി പറഞ്ഞു, തീവണ്ടി യാത്ര ബഹുരസ. എന്നാൽ എടക്കുളത്തെത്തിയാൽ ചെവിട്ടത്തൊരടിയുണ്ട്, അതത്ര രസമില്ല. ആറ് മാസമായി പൂട്ടിക്കിടക്കണ വീടിൻ്റെ വെള്ളത്തിൻ്റെ ബില്ല് കണ്ടപ്പോൾ 82 വയസ്സുള്ള കൊച്ചിയിലൊരു വീട്ടമ്മയ്ക്ക് ബോധാട് പോയി. 82 വയസ്സുള്ള ഒരു പാവം വീട്ടമ്മയ്ക്കാണത്രേ
58,986 ഉറുപ്പിയുടെ ബില്ല് അങ്ങോട്ട് കിട്ടിയത്. 2024 ഒക്ടോബർ 30 ലഭിച്ച 275 ഉറുപ്പിയുടെ ബില്ല് അവർ നവംബർ 14 അടച്ചു. ഇതിന് ശേഷം 2024 ഡിസംബർ 26 കിട്ടിയ ബില്ലിലാണത്രേ ഈ ഇരുട്ടടി. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 30 രേഖപ്പെടുത്തിയ അതേ റീഡിംഗ് തന്നെയാണത്രേ ഡിസംബർ 26 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബറിൽ കൊടുത്ത ബില്ലിൽ പറയണ പ്രകാരം 329 കിലോ ലിറ്റർ വെള്ളം ഇവരുപയോഗിച്ചു എന്നാണ് പറയണത്. 3,29,000 ലിറ്റർ വെള്ളം ആരുപയോഗിച്ചു എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കൊച്ചി പള്ളിമുക്ക് വാട്ടർ വർക്ക് സബ് ഡിവിഷന്റെ കീഴിലാണത്രേ ഈ സ്ഥലം. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇവർ വീൽ ചെയറിലാണത്രേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോണത്. എഴുതാത്ത പരീക്ഷകൾക്ക് മാർക്ക് കൊടുക്കണ യൂണിവേഴ്സിറ്റികൾ, ഉപയോഗിക്കാത്ത കറണ്ടിനും വെള്ളത്തിനും ഇരുട്ടടി കൊടുക്കണ വൈദ്യുതി വാട്ടർ ബോർഡുകൾ, ഈ കലാപരിപാടി കഴിഞ്ഞ് ബില്ല് കിട്ടണ നിർഭാഗ്യവാന്മാർ, ഈ തെറ്റ് തിരുത്താൻ പെടേണ്ട പാട് ചില്ലറയൊന്നല്ല. ഓൺലൈൻ പോർട്ടലിൽ വന്ന തകരാറുകൊണ്ട് ശാളിക്ക് 2 തവണ കഴിഞ്ഞ കൊല്ലം പിഴ അടയ്ക്കേണ്ടി വന്നു എന്നുള്ള കാര്യം മുമ്പ് തന്നെ പേപ്പറുകളിലൊക്കെ വന്നിരുന്നു. പിന്നെ അടുത്ത കാലത്തായിട്ടൊരു സൗകര്യമുണ്ട്. എന്ത് കാര്യം ഉണ്ടായാലും കമ്പ്യൂട്ടറിനെയും ആപ്പുകളെയും അങ്ങോട്ട് കുറ്റപ്പെടുത്തുക. ഇത് ചെയ്യണവർക്ക് സുഖമായി കൈ അങ്ങോട്ട് കഴുകാം. സർക്കാർ കാര്യം മുറ പോലെ എന്ന് പണ്ടുള്ളവർ പറയണത് വെറുതെ അല്ല. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഉറങ്ങണതിന് മുമ്പ് മൊബൈല്, TV ഇത്യാദികളൊക്കെ ഓഫാക്കിയാൽ കണ്ണിൻ്റെ ആയുസ് കൂടുന്ന കണ്ണു ഡോക്ടർമാർ പറയാറുണ്ട്. ഇങ്ങനെ മൊബൈലൊന്നും നോക്കരുതെന്ന് ആളെ ഉപദേശിക്കാറുണ്ട്. എന്നാൽ രാത്രിയെ പകലാക്കി മനുഷ്യൻ ഇടണ സ്ട്രീറ്റ് ലൈറ്റുകളെ തുടങ്ങിയ കാര്യങ്ങൾ പല സൂക്ഷ്മ ജീവജാലങ്ങളുടെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് ഫ്രാങ്ക്ഫർട്ട് സർവകലാശാലയിലെ കാലാവസ്ഥാ ഗവേഷണ വിഭാഗം പ്രൊഫസർമാരായിട്ടുള്ള ഡോക്ടർ മാർക്കസ് ഫെരിഞ്ചറും സംഘവും നടത്തിയ പഠനത്തിൽ പറയണത്. എന്നാൽ രാത്രി പറന്നു നടക്കണ ചെറിയ ഷഡ്പദ ജീവികൾക്ക് ഇങ്ങനെയുള്ള പ്രകാശം ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നാണ് ഇവർ കണ്ടെത്തിയത്. ലാർവകൾ വിരിയാൻ പതിവിലും കൂടുതൽ സമയം അങ്ങോട്ട് വേണത്രേ. ഇങ്ങനെ രാത്രിയും പകലും വെളിച്ചുണ്ടായാൽ ചിലതരം ഷഡ്പദങ്ങളുടെ ഉൽപാദനക്ഷമത തന്നെ കുറയത്രേ. ചുരുക്കത്തിൽ അമിതമായിട്ടുള്ള രാത്രി പ്രകാശം ഭൂമിയിലുള്ള ജൈവ വൈവിധ്യത്തിനെ തന്നെ പ്രതികൂലമായിട്ട് അങ്ങോട്ട് ബാധിക്കും. എന്നാൽ പല ജീവികളുടെയും ഭക്ഷ്യശൃംഖലയുടെ ഭാഗമാണ് ഇത്തരം സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പല ജീവികളുടെയും ഭക്ഷണം തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ അധികമായാൽ അമൃതും വിഷല്ലഹേ. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ശിയാളിൽ കൃഷിയൊക്കെ നിർത്തിയിരിക്കണു. കാട്ടുപന്നികളുടെയൊക്കെ എണ്ണം അങ്ങോട്ട് കൂടിയിറക്കണു. ഭക്ഷ്യശൃംഖലയിലുള്ള കുഴപ്പം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യവും നിസ്സാരമായിട്ട് കണക്കാക്കാണ്ട് ഇതിനൊക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള പ്രതിവിധി കൂടി കണ്ടെത്തണമെന്നാണ് FM തിരുമേനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ മുൻകൂട്ടി കാണും വേണം. പെര കത്തുമ്പോഴല്ലല്ലോ കിണർ കുഴിക്കേണ്ടത്. കാര്യസ്ഥൻ ഒരിക്കലും നമ്പൂരിയോട് പറഞ്ഞു, തിരുമേനി കോടതിയിലെ കേസ് ഈ ശനിയാഴ്ചയെ. അപ്പം നമ്പൂരി മറുപടി പറഞ്ഞു, ഈ ശനിയാഴ്ചയോ? അന്ന് പോവാൻ വയ്യ, നിശം. ഇവിടെ കടുമാങ്ങടാൻ നിശ്ചയിച്ചിരിക്കണ ദിവസാ. രാവിലെ തൊട്ട് അതിൻ്റെ ഓരോ കൂട്ടം പണിയുണ്ടാവും. ശിവശിവ. ദീപസ്തംഭം മഹാശ്ചര്യം ഇനി അടുത്ത ഞായറാഴ്ച രാത്രി 7:35 അരങ്ങത്ത് C. കൃഷ്ണകുമാർ, നിർമ്മാണ സഹായി വിനോദ് കീഴടത്ത്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം.